ഇത്രയും നാളും ചൂടേ ചൂടേ എന്നാണ് മലയാളികൾ പറഞ്ഞിരുന്നത്. യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും മാറി മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ചൂട് മാറി മഴ വന്നിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളം കയറി തുടങ്ങി. 2018 അവസ്ഥ വീണ്ടും വരുമോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ടോ? അത് വരട്ടെ, വരുമ്പോൾ നോക്കാം. മഴ തുടങ്ങിയല്ലേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ചൂട് മാറി കിട്ടിയല്ലോ, സന്തോഷം. ഇതുപോലെ മഴ പെയ്ത് ഇനി 2018 പോലെ പ്രളയം വരാൻ സാധ്യതയ്ക്കുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവരൊക്കെ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നാലും നല്ല മഴ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പ്രളയം വന്നു കഴിഞ്ഞാൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടാവാൻ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും പറയാൻ, കാരണം വളരെ മോശമാണ് സർക്കാർ. ഈ രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോൾ വളരെ മോശമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട, വരുന്ന പോലെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ദൈവത്തിന് കയ്യിലുള്ള കാര്യം. അപ്പോൾ നമ്മളത് ഒന്നും അതിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. മഴ തുടങ്ങിയിട്ടുള്ളൂ, ഇരിക്കണല്ലേ ഉള്ളൂ വെള്ളക്കെട്ട്. പൊതുവേ മഴ ശതമാനം കൂടുതലാണ്, 105% നേരത്തേലും കൂടുതലാണെന്നാണ് പറയണേ. പിന്നെ ഈ ക്ലീൻ ചെയ്യാത്തതും തോടും പുഴയൊക്കെ കുറവുള്ളതുകൊണ്ടും മിക്കവാറും മഴ കൂടുതൽ പെയ്ത് കഴിഞ്ഞാലും ഡാം തുറന്നു വിട്ടതിന് തുല്യമായിരിക്കും. 2018 പെട്ടെന്ന് ഉണ്ടായ മാതിരി ആയിരുന്നില്ല. അപ്പോൾ പിന്നെ അതിനുള്ള പ്രിക്കോഷൻ എടുക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അത് വെച്ചിട്ട് നോക്കുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ഈ പ്രാവശ്യം ചിലപ്പോൾ ഒരു പ്രിക്കോഷൻസ് അവർ പറയുന്നു വിചാരിക്കണം. മഴ വെള്ളക്കെട്ടല്ലേ, രാവിലെയൊക്കെ വെള്ളക്കെട്ടല്ലേ. ഇപ്രാവശ്യം പ്രളയം ഉണ്ടാവില്ല, പ്രളയം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം വേനൽ നമുക്ക് അതേപോലെ കിട്ടിയല്ലോ. സർക്കാരിൻ്റെ കാര്യം നമ്മൾ എന്തെന്ന് പറയാനാണ്, പറയാൻ പറ്റില്ല. സർക്കാരിന് അറിയാൻ പറ്റില്ല ഇന്ന് കയറുന്ന ആൾക്കാരല്ല നാളെ കയറണത്. ഞങ്ങൾ വല്ലതൊക്കെ പറഞ്ഞതിന് കാര്യം നടക്കൊന്നുമില്ല. ഞങ്ങൾ പണിയെടുക്കാൻ ഞങ്ങൾ പണിയെടുത്ത് ജീവിക്കാതെ തന്നെ. എന്താ ചെയ്യേണ്ടത്, എന്താ പറയുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സഹിച്ച പോലെ തന്നെ സഹിക്കേണ്ടി വരും, അല്ല എന്താ പറയുക. ഹെവി റെയിൻഫോൾ ഐ തിങ്ക് സോ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല റെയിൻഫോൾ ഉണ്ടായിരുന്നു. ഐ തിങ്ക് സോ അവർ ഒരു ലെസൺ പഠിച്ചു കാണും എന്തൊക്കെ പ്രിക്കോഷൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ ഹോപ്പ് ദേ ഹാവ് ഡൺ ഇറ്റ്, ദേ വിൽ ഡു. ഇവിടെ വലിയ മഴ അറിയാനില്ലല്ലോ ഇനിയിപ്പം. 2018 എന്ന് പറയുമ്പോൾ അത് വലിയൊരു കണ്ടിന്യൂസ് 2-3 ദിവസത്തെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. അതിപ്പം തുടങ്ങിയില്ലല്ലോ, ഇപ്പം ജസ്റ്റ് ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ. ഇനിയിപ്പം പറയാൻ പറ്റത്തില്ല കാലാവസ്ഥ എങ്ങനെയാണ്. അതിപ്പോൾ വെള്ളം ഈ മഴ വരുന്നതിന് മുമ്പേ സർക്കാർ അത് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിപ്പോൾ മഴ വന്നിട്ട് അല്ലല്ലോ ഇത് എല്ലാം. ഇപ്പം ചൂട് കഴിഞ്ഞിട്ട് ഡാമുകളിനകത്ത് വെള്ളമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വെള്ളം പെയ്താൽ തന്നെ അതിനകത്ത് വെള്ളം നിറയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ ചൂട് കഴിഞ്ഞിട്ട് ഡാമെല്ലാം കാലിയായിട്ട് കിടക്കുമല്ലേ. ഒന്നും പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ അല്ലേ. ഞങ്ങൾക്കിടെ അവിടെ വലിയ സാധ്യത ഒന്നുമില്ല. എൻ്റെ വീട് കൈതാരത്താണ്, അവിടെ അങ്ങനെ ഒന്നുമില്ല. പ്രളയമൊക്കെ നേരിട്ടിരുന്നോ വീട്ടില്? ഇല്ല, മഴ കുറവല്ല, തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 മഴകളും കൂടിയാണെന്നോ, കാലവർഷവും ഇതൊക്കെ കൂടിയാണെന്നോ. പ്രളയം ഉണ്ടാവാൻ സാധ്യതയുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നല്ല ഒരു ആശ്വാസമായി. ഇപ്പോഴത്തെ മഴയുമായിട്ട് പ്രളയത്തിൻ്റെ ഒരു ഓഗസ്റ്റിലായിരുന്നല്ലോ പ്രളയം നടന്നത്. ആ ഒരു സമയമാകുമ്പോൾ അല്ല, ഇപ്പം ഈ മഴ കൊണ്ടൊരു പ്രളയത്തിനൊന്നും സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്തവണ ഒരു പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരിക്കൽ അബദ്ധം പറ്റിയതല്ല, അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ശ്രദ്ധിച്ച് ചെയ്യുമെന്ന് വിചാരിക്കാം. കൊള്ളാം, നല്ല ചാറ്റൽ മഴയായിരുന്നു, ആശ്വാസമാണ്, അടിപൊളി. മഴ ഇതുവരെ കൊള്ളാം. 2018 പോലെ പ്രളയമൊക്കെ വരാൻ സാധ്യതയുണ്ടോ? വരത്തില്ല, കുറേ കൂടെ റെഡി ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറിഞ്ഞ കാര്യങ്ങളല്ലേ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യും. മഴ കൊള്ളാം, നല്ല മഴയാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ അറിയിപ്പുകളൊക്കെ തരുന്നുണ്ട്. ഇനിയും എങ്ങനെയാണെന്ന് അറിയില്ല. ഓൾറെഡി ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥിതിക്ക് അലേർട്ടായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്നാണെങ്കിലും. മഴ കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും നാളും ഭയങ്കരമായിട്ട് വേനലായിരുന്നു. ഇപ്പം മഴ പെയ്തപ്പോൾ ഒരു ഇതുണ്ട്.